രാഷ്ട്രീയ തലസ്ഥാനമായ കാസബ്ലാങ്കയിൽ നിന്നും റോഡ് വഴിയോ റെയിൽ വഴിയോ 4 മണിക്കൂർ കൊണ്ട് ഓടിയെത്താനാവുന്ന ഫെസ് നഗരമാണ് മൊറോക്കോയുടെ ആത്മീയ സാംസ്കാരിക തലസ്ഥാനം. അവിടുത്തെ ചരിത്രപ്രധാനമായ അൽ ഖറബിയ്യൻ യൂണിവേഴ്സിറ്റിയെ പരിചയപ്പെടുത്തുന്നതായിരുന്നു ജേണി ഈസ്റ്റിന്റെ കഴിഞ്ഞ എപ്പിസോഡ്. ക്രിസ്തബ്ദം 789 സുൽത്താൻ ഇദ്രീസ് ഒന്നാമനാണ് ഈ പട്ടണം സ്ഥാപിക്കുന്നത്. ഇന്ന് ഒരു നീർച്ചാലായി മാറിയ ഔദ് നദിയുടെ മറുകരയിലേക്ക് കൂടി അദ്ദേഹത്തിന്റെ മകൻ ഇദ്രീസ് രണ്ടാമൻ പിന്നീട് നഗരത്തെ വികസിപ്പിക്കുകയും ഈ രണ്ട് ഭാഗങ്ങളും കൂടിച്ചേർന്ന് കാലക്രമത്തിൽ ഇന്നത്തെ ഫെസ്സായി രൂപപ്പെടുകയും ചെയ്തു. ഇദ്രീസ് രണ്ടാമന്റെ കാലത്ത് തന്നെയായിരുന്നു അൽ ഖറബിയ്യൻ സർവകലാശാലയുടെയും തുടക്കം. ഏതാണ്ട് അത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബിസിനസിന്റെ ചരിത്രം കൂടി പറയാനുണ്ട് ഈ നഗരത്തിന്. ഇന്ത്യക്കും ഇറ്റലിക്കും പിറകിൽ ലോകത്തെ മൂന്നാമത്തെ ശക്തമായ മൊറോക്കൻ തുകൽ മാർക്കറ്റിന്റെ കഥയാണിത്. ഫെസ്സിനു പുറമെ ടിറ്റുവാൻ, മറാക്കിഷ് എന്നീ നഗരങ്ങളും തുകൽ വ്യവസായത്തിന് ഈ രാജ്യത്ത് പേരുകേട്ടവയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണ് ടാനറികൾ എന്നറിയപ്പെടുന്ന ഈ തുകൽ സംസ്കരണ ഫാക്ടറികളിൽ മിക്കവയും. ദൃശ്യങ്ങളിൽ കാണുന്നതാണ് തിത്തുവാനിലെ പുരാതനമായ ടാനറി. ഇക്കൂട്ടത്തിൽ ലോകത്ത് നിലനിൽക്കുന്നതിൽ തന്നെ ഏറ്റവും പഴയതെന്ന് വിശ്വസിക്കപ്പെടുന്ന 3 തുകൽ സംസ്കരണ കേന്ദ്രങ്ങൾ ഫെസ്സിൽ ഇപ്പോഴുമുണ്ട്. അതിലൊന്നാണ് 1000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഫെസ്സിലെ ചൊവ്വാറ തുകൽ സംസ്കരണശാല. മധ്യകാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൊണ്ടുള്ള അതേ അറകൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന അതിമനോഹരമായ ദൃശ്യാനുഭവമാണ് ഈ ടാനറി. ഫെസ്സിലെ ടാനറികളുടെ തുടക്കം 11-ാം നൂറ്റാണ്ടിലാണെന്നും അതല്ല 9-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ഇവിടെ ഈ ടാനറികൾ ഉണ്ടായിരുന്നുവെന്നും 2 വാദങ്ങളുണ്ട്. ഇതിലേതായാലും പുരാതന കാലം തൊട്ടേ തുകൽ സംസ്കരണത്തിനായി ഉപയോഗിക്കപ്പെട്ടിരുന്ന മാർഗങ്ങളാണ് ഇന്നും ഈ ടാനറികളിൽ ഉപയോഗത്തിലുള്ളത്. മനുഷ്യനാഗരികതയുടെ ചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ വ്യവസായങ്ങളിലൊന്നാണ് തുകൽ സംസ്കരണം. മെസപ്പൊട്ടേമിയയിലും ഈജിപ്ഷ്യൻ സംസ്കാരത്തിലുമൊക്കെ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളും കുടിവെള്ളം സൂക്ഷിക്കുന്ന സഞ്ചികളും അരപ്പട്ടകളും പരിചകളും മറ്റും ജനങ്ങളുടെ ഉപയോഗത്തിലുണ്ടായിരുന്നുവെന്നാണ് ആർക്കിയോളജിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മാംസം ഭക്ഷിക്കുന്നവരുടേതും അല്ലാത്തവരുടെയും ഒക്കെ നാടുകളിൽ ഒരുപോലെ ഈ വ്യവസായം നിലനിന്നിരുന്നു. ഇറാനിലെ ആദിമ നിവാസികളായ കൊഷ്കായികൾ വെള്ളം ശേഖരിച്ചു വെക്കുന്ന തുകൽ സഞ്ചികളാണ് ദൃശ്യങ്ങളിലുള്ളത്. ഈ നാടോടികളെക്കുറിച്ച് നേരത്തെ ജേർണിസ്റ്റ് ചെയ്ത എപ്പിസോഡ് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ. മദീനയുടെ ഗലികൾക്കുള്ളിലൂടെ പുറത്തേക്ക് നടക്കുമ്പോൾ ഔദ് നദിയുടെ അങ്ങേക്കരയിലാണ് ഫെസ്സിലെ ടാനറികൾ. നിലവിൽ ചെറിയൊരു കനാൽ മാത്രമായി ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും ചൊവ്വാറ ടാനറിയിൽ തുകൽ സംസ്കരിക്കുന്നതിന് ഇപ്പോഴും നദിയിലെ വെള്ളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആദ്യകാലത്ത് നഗരത്തിലെ മില്ലുകൾക്കും കുളിപ്പുരകൾ അഥവാ ഹമ്മാമുകൾക്കും ജലധാരകൾക്കുമൊക്കെ ഈ നദിയിലൂടെയാണ് വെള്ളം എത്തിയിരുന്നത്. ഔദിൽ നിന്നും വഴിതിരിഞ്ഞ് നഗരത്തിലേക്ക് പോയ ഈ കനാലുകളിൽ മിക്കവയും ഇപ്പോഴില്ല. മുകളിൽ നിന്ന് നോക്കുമ്പോൾ തേനീച്ചക്കൂടിന്റെ അറകൾ പോലെ തോന്നിക്കുന്ന ഈ കുഴികൾക്കകത്താണ് തുകൽ സംസ്കരണം നടക്കുന്നത്. ഇതിൽ വെളുത്ത നിറത്തിലുള്ള കുഴികളിലാണ് സംസ്കരണത്തിന്റെ ആദ്യഘട്ടം. അതിനു മുന്നോടിയായി ടാനറിൽ എത്തുന്ന തുകലുകൾ വൃത്തിയായി കഴുകിയെടുക്കും. അവ അഴുകാതിരിക്കാനായി ഈ ഘട്ടത്തിൽ ഉപ്പ് തേച്ച് പിടിപ്പിക്കാറുണ്ട്. അടുത്ത ഘട്ടത്തിൽ തോലുകളിലുള്ള രോമവും കൊഴുപ്പും മറ്റും നീക്കം ചെയ്യാനായി ചുണ്ണാമ്പ് വെള്ളത്തിൽ മുക്കിയിടും. സ്വാഭാവികമായും ഈ പ്രക്രിയ നടത്തുന്ന അറകൾക്ക് വെള്ള നിറമാണുള്ളത്. തുകൽ മൃദുലമാക്കിയെടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. ഇതിനുവേണ്ടി പ്രാവിന്റെ കാഷ്ടവും പശുവിന്റെ മൂത്രവും ഉപ്പും ഒലീവെണ്ണയും കൂട്ടിക്കലർത്തിയ വെള്ളത്തിൽ മുക്കിയിടുകയാണ് ചെയ്യുന്നത്. പുതിയ കാലത്ത് അമോണിയ ലഭിക്കാനായി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചൊവ്വാറയിൽ പഴയ രീതികൾ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല. ഈ ഘട്ടം പൂർത്തിയാക്കിയ തുകലുകൾ പുറത്തേക്ക് എടുക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ടാനറികളുടെ അസഹ്യമായ ദുർഗന്ധത്തിന്റെ കാരണം കൂടിയാണിത്. സന്ദർശകർക്ക് ഇതിൽ നിന്നും ആശ്വാസം ലഭിക്കാനായി പുതിന ഇലകൾ വാസനിക്കാനായി നൽകുന്നത് കാണാം. നേരത്തെ ഉപ്പിട്ട് വെച്ച തുകലുകളിൽ നിന്നും ജലാംശം പൂർണ്ണമായി നീക്കം ചെയ്തതിനു ശേഷം അവ ഉണക്കിയെടുക്കുന്നതാണ് അടുത്ത ഘട്ടം. പിന്നീടാണ് അവയിൽ ചായം തേക്കുന്നത്. കുങ്കുമം, നീല അമരി, മൈലാഞ്ചി, പുതിന, സെഡാർ വൃക്ഷത്തിന്റെ തൊലി എന്നിവയാണ് വ്യത്യസ്ത കളറുകൾ ലഭിക്കാനായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പ്രകൃതിദത്തമായ നിറക്കൂട്ടുകൾ. ഈ കളറുകൾ കലക്കി വെച്ച അറകളിൽ തുകലുകൾ ഒരാഴ്ച വരെ സൂക്ഷിച്ചതിനു ശേഷം പിന്നീട് വെയിലിൽ ഉണക്കിയെടുക്കും. സാക്ഷാൽ കുങ്കുമത്തിന്റെ കളർ ചേർത്ത് തയ്യാറാക്കുന്ന ലെതർ ഷീറ്റുകൾക്കാണ് കൂടുതൽ വില വരുന്നത്. ആടിന്റെ തുകൽ കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് പശു, ഒട്ടകം പോലുള്ളവയുടേതിനേക്കാൾ വില കൂടുതലുമുണ്ട്. നിങ്ങൾ ഫെസ്സിലെത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ചൊവ്വാറ ടാനറിയിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകാനായിരിക്കും നഗരത്തിലെ ഗൈഡുകൾ കൂടുതൽ ഉത്സാഹം കാണിക്കുക. ടാനറി കാണിച്ചു തരിക എന്നതിനേക്കാൾ ഉപരി നിങ്ങളെക്കൊണ്ട് അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പിക്കുക എന്നാണ് ഈ സന്ദർശനം കൊണ്ട് അവർ ലക്ഷ്യമിടുന്നത്. തുകൽ കൊണ്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുന്ന ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും ഈ ടാനറി നടത്തിപ്പുകാരുടെ കയ്യിലുണ്ടെങ്കിലും അവർ ചോദിക്കുന്ന വില അല്പം പോലും ആകർഷകമായിരിക്കില്ല. ഈ ഗൈഡുകൾക്കുള്ള കൈമടക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ പുറത്തെ മാർക്കറ്റിനേക്കാളും എത്രയോ അധികമാവുന്നുണ്ട് അതിനകത്തെ വില നിലവാരം. നിങ്ങൾ ഒന്നും വാങ്ങാതെ മടങ്ങിയാൽ ഗൈഡുകൾ പിന്നീട് അങ്ങോട്ട് വലിയ തോതിൽ സഹകരിച്ചെന്നും വരില്ല.
തുകൽ വ്യവസായം പോലെ നഗരചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു മേഖലയാണ് വസ്ത്രങ്ങൾക്ക് ചായം കൊടുക്കുന്ന ഡൈ ബിസിനസ്. ഇദ്രിസ് ഒന്നാമൻ നഗരം സ്ഥാപിച്ചതു മുതൽക്കേ നെയ്ത്തും അനുബന്ധ വ്യവസായങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. മധ്യകാല നൂറ്റാണ്ടുകളിൽ സ്പെയിനിലെ നഗരങ്ങളിലേക്ക് കമ്പിളി, സിൽക്ക്, പരുത്തി വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്ത പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലൊന്നായിരുന്നു ഫെസ്സിലെ മദീന. കലാകാരന്മാരുടെ നഗരമെന്നും അക്കാലത്ത് ഫെസ് അറിയപ്പെട്ടു. നെയ്ത്തുകാരുടെയും തയ്യൽക്കാരുടെയും സമൂഹങ്ങൾ ഇപ്പോഴും മാർക്കറ്റിനകത്തുണ്ട്. മൊറോക്കോയിലെ സവിശേഷമായ ഒരു എംബ്രോയ്ഡറി മാതൃകയാണ് ദൃശ്യങ്ങളിലുള്ളത്. താജിനെ എന്നും താലി എന്നുമാണ് ഈ ശൈലി അറിയപ്പെടുന്നത്. പ്രധാനമായും കല്യാണ ദിവസം വധു ധരിക്കുന്ന വസ്ത്രങ്ങളിലാണ് ഇത് ഉപയോഗിച്ചു വരുന്നത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുകളും മുത്തുകളുമാണ് താലി വസ്ത്രങ്ങളെ വേറിട്ടു നിർത്തുന്നത്. പുതിയ കാലത്ത് അത്രത്തോളം ആർഭാടമില്ലെങ്കിലും മുത്തുകളും മറ്റും ഒറിജിനൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത്. ഫെസ്സിന്റെ തൊട്ടടുത്ത മെക്കനസും ഈ അലങ്കാരപ്പണികൾക്ക് പേരുകേട്ട പട്ടണമാണ്. പഴയ വസ്ത്രങ്ങളിൽ ചായം പൂശി പുതുക്കിയെടുക്കുന്ന വിദ്യ വലിയൊരളവോളം ദാരിദ്ര്യവുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. കേരളത്തിലും മറ്റും ഇത്തരം കടകൾ കണ്ടുകിട്ടുക പ്രയാസമാണെങ്കിലും നൂറ്റാണ്ടുകൾക്ക് ശേഷവും മൊറോക്കോയിൽ ഈ ജോലി സജീവമായി നടക്കുന്നുണ്ട്. ചവറ ടൗണിലെ തുകൽ ഉൽപ്പന്നങ്ങൾക്ക് വർണ്ണം കൊടുക്കുന്ന മാർക്കറ്റായാണ് ആദ്യകാലത്ത് ഇതിന്റെ തുടക്കം. ചവറയിൽ തന്നെ അത് ചെയ്യുന്നുണ്ടെങ്കിലും കുറെ കൂടി ആകർഷകമായ വർണ്ണങ്ങൾ തേക്കുന്നതിന് സൂക്ക് സബാഗീനിലേക്ക് കൊടുത്തയക്കാറായിരുന്നു പതിവ്. സബാഗീൻ എന്നായിരുന്നു ചായം പൂശുന്നവരെ വിശേഷിപ്പിച്ചിരുന്നത്. അൽ കറാബിയൻ സർവകലാശാലയോട് ചേർന്ന് രൂപപ്പെട്ട ഈ മാർക്കറ്റ് 13 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടുകളിൽ മദീനക്കകത്തെ ഏറ്റവും സജീവമായ ഗലികളിലൊന്നായിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ സൂക്ക് സബാഗീനിൽ എത്തിയിരുന്നത് എന്തിനു വേണ്ടിയാവുമെന്ന് ഒരു വേള ജേർണലിസ്റ്റ് ആലോചിക്കാതെയല്ല. ഇന്നത്തെ പോലെ വസ്ത്രങ്ങളുടെ ധാരാളിത്തം ഉണ്ടായിരുന്ന കാലമായിരുന്നില്ല അത്. ഒരേ വസ്ത്രവും തലപ്പാവും തന്നെയാണ് വിദ്യാഭ്യാസ കാലത്തുടനീളം അവർ ഉപയോഗിച്ചു വന്നത്. ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് ഒട്ടും സുഖകരമായി തോന്നാനിടയില്ലാത്ത ഈ സമ്പ്രദായമാണ് പക്ഷേ അൽക്കറാവിയിനകത്ത് മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളും അന്ന് ആശ്രയിച്ചത്. സമയാസമയങ്ങളിൽ പഴയ വസ്ത്രങ്ങൾ ചായം പൂശി പുതുക്കിയെടുക്കുകയായിരുന്നു പുതിയ വാങ്ങുന്നതിനേക്കാളും എളുപ്പം. മറുഭാഗത്ത് മാർക്കറ്റിന് സാമ്പത്തികവും ശാസ്ത്രീയവുമായ ചില മറുവശങ്ങളും ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ രാസപദാർത്ഥങ്ങളുടെ ആധിക്യമില്ലായിരുന്ന അക്കാലത്ത് വർണ്ണങ്ങൾ സ്ഥായിയായി നിലനിൽക്കുന്നതിന് മോർഡന്റുകൾ എന്ന നിലയിൽ പ്രകൃതിദത്തമായ ലവണങ്ങളാണ് ഉപയോഗിക്കപ്പെട്ടത്. ആലവും ചുണ്ണാമ്പുമായിരുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. പരുത്തി വസ്ത്രങ്ങൾക്കും സിൽക്ക് വസ്ത്രങ്ങൾക്കുമൊക്കെ വെവ്വേറെ മോർഡന്റുകളാണ് ഉപയോഗിച്ചു വന്നത്. അവയിൽ ചിലതൊക്കെ പച്ചക്കറികൾ, മരത്തൊലികൾ, പൂക്കൾ എന്നിവയിൽ നിന്നും വേർപ്പെടുത്തി എടുക്കുന്നവയായിരുന്നു. ടാനറിയിലെ ടാങ്കുകളിൽ പ്രാഥമികമായ സംസ്കരണത്തിന് ശേഷം എത്തുന്ന നേർമയേറിയ ലെതർ ഷീറ്റുകളിലും സബാഗീനുകളാണ് ചായം തേച്ചിരുന്നത്. ഇരുമ്പ് ഉൾപ്പെടെ ലോഹങ്ങളിൽ തീർത്ത പാത്രങ്ങളും വിളക്കുകളുമാണ് സൂക്ക് താല അൽ സഗീറയുടെ വിശേഷം. പിച്ചളയുടെയും ചെമ്പിന്റെയും വീട്ടുപകരണങ്ങളാണ് സൂക്ക് നജാറൈനിലുള്ളത്. ഇവിടുത്തെ പാത്രങ്ങളും മറ്റും തനത് മഗ്രിബി ശൈലിയിൽ തന്നെയാണ് പണിതുണ്ടാക്കുന്നത്. കോൺ മാതൃകയിലുള്ള മക്രാബിയെ എന്നറിയപ്പെടുന്ന തൂക്കുവിളക്കുകൾ ഇക്കൂട്ടത്തിൽ വളരെ പ്രശസ്തമാണ്. ഫെസ്സിലെ മദീനയിൽ അന്നാട്ടുകാർക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒട്ടനേകം കടകൾ അവിടുത്തുകാരായ ലോഹപ്പണിക്കാരുടേതായി ഇപ്പോഴുമുണ്ട്. തൊട്ടപ്പുറത്തെ നഗരമായ മെക്കനസിലെ കൊല്ലപ്പണിയുമായി പോലും ഫെസ്സിലേതിന് കാര്യമായ വ്യത്യാസമുണ്ടെന്നാണ് അവർ പറയുന്നത്. ഫെസ്സിലെത്തുന്ന സഞ്ചാരികൾ സ്വാഭാവികമായും എത്തിപ്പെടുന്ന ഈ മാർക്കറ്റിൽ പക്ഷേ വിലക്കുറവ് കൊണ്ട് ആകർഷിക്കുന്നത് മറ്റെല്ലായിടത്തും എന്ന പോലെ ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. ഇബ്നു ബത്തൂത്തയുടെ നാടായ ടാൻഗറിൽ നിന്നാണ് ജേർണലിസ്റ്റിന്റെ അടുത്ത എപ്പിസോഡ്. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണലിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.